എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുള്ളത് ഫിലിപ്പീൻസിലെ ബുഹുൾ എന്ന ദ്വീപിലാണ്. സിബുവിൽ നിന്നും 8 മണിക്കുള്ള ഫെറിയിലാണ് ഞങ്ങൾ ബുഹുളിലേക്ക് വന്നത്. ഏകദേശം 10 മണിയായപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി. നല്ല വിശപ്പുണ്ട്. അതിരാവിലെ സിബു സിറ്റിയിൽ നിന്നും വന്നതാണ്. ഏകദേശം 5:30 മണിയായപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. ആദ്യം തന്നെ ഭക്ഷണം കഴിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ റെസ്റ്റോറൻറ്റ് നോക്കി പോവുകയാണ്. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ദുബായിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. അവൻ്റെ വീട് ഇവിടെയാണ്. അവനെ ഒന്ന് ഫോണിൽ വിളിക്കണം. കാരണം അവൻ ഓഫീസ് വർക്ക് കാരണം ചിലപ്പോൾ സിബു സിറ്റിയിലേക്ക് പോകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ ഇവിടെയുണ്ടെങ്കിൽ അവനെ ഒന്ന് കാണുകയും ഫ്രണ്ട്ഷിപ്പ് പുതുക്കുകയും ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ബുഹുളിലെത്തിന് ശേഷം ഭക്ഷണം കഴിക്കാൻ നിർത്തിയിരിക്കുകയാണ്. അൻഡോക്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഭക്ഷണം കഴിക്കാൻ നിർത്തിയിട്ടുള്ളത്. പിന്നെ ഗ്രില്ലഡ് ചിക്കനാണ് കഴിക്കാൻ പോകുന്നത്. അവിടെ ചിക്കൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം ബാക്കി ബുഹുൾ എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് പോകാനുള്ളതാണ്. ചിക്കൻ അവിടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി ചിക്കൻ ഞങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണം എല്ലാം ഇതാ റെഡി ആയിരിക്കുന്നത്. ഞങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്നത് ചിക്കൻ ഗ്രില്ലഡ് ചിക്കനും അത് കട്ട് ചെയ്ത് അവിടെ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഞങ്ങൾ ബ്രോസ്റ്റഡ് ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന സോസുകൾ നിങ്ങൾക്ക് കാണാം, 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അതൊക്കെയാണ്. ഇനി ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് ബുഹുളിലോട്ട് പോവുകയാണ്. അതിനിടയ്ക്ക് പോണ വഴിക്ക് നല്ല മഴ പെയ്യുന്നുണ്ട്. ബുഹുളിലെത്തിയിട്ട് ആദ്യമായിട്ടുള്ള മഴയാണിത്. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു. അവൻ സിബു സിറ്റിയിലാണ് ഉള്ളത്. അപ്പോൾ അവൻ വരികയാണെങ്കിൽ ഒന്ന് കാണണം. അവന് പറഞ്ഞ് 2 ദിവസത്തെ വർക്ക് ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ മെയിൻ വർക്കുകളൊക്കെ നടക്കുന്നത് സിബു സിറ്റിയിൽ പോയിട്ടാട്ടോ വർക്കുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി അവൻ പോയതാണ്. ഈ കാണുന്ന ബിൽഡിംഗാണ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി. ഇപ്പം എന്തോന്ന് പബ്ലിക് ഹോളിഡേ എന്തോ ആയതുകൊണ്ടാണ് ഇന്ന് ആരും കാണുന്നില്ല. അപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്നുള്ളതിൽ ഞാൻ വീഡിയോ എടുത്താണ്. ഇത് മുനിസിപ്പാലിറ്റി മന്ദിരാട്ടോ. അങ്ങനെ ഞങ്ങൾ ബുഹുളിൽ മിറർ ഓഫ് വേൾഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ കാർ പാർക്ക് ചെയ്യുന്ന ടൈമിൽ മഴ പെയ്തപ്പോൾ ഞങ്ങൾ ഈ ഷോപ്പിൽ കയറിയത് ഞാനും റാഹിലും മറ്റൊരു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ഇവിടെ പോയി ഷോപ്പിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഫെറിയിൽ വന്ന് ഇറങ്ങിയില്ലേ ആ സ്ഥലമാണ് ഇവിടുത്തെ മെയിൻ സിറ്റി എന്ന് പറഞ്ഞത്. അത്ര വലിയൊരു സിറ്റി ഒന്നുമല്ല ഇവിടെ. ഇവരേക്ക് സാധനങ്ങളൊക്കെ വരുന്നത് സിബുന്നും മണിയിലേന്നൊക്കെയാണ്. അപ്പോൾ മഴ പെയ്തപ്പോൾ കയറുന്നതാണ്. മറ്റൊരു കാർ തന്നെ ഇരുന്നു. ഞാനും റാഹിൽ മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ. അവർ ഇറങ്ങി വരുന്നുണ്ട് അവിടുന്ന് കാറിന്. ഇത് പാർക്കിംഗ് ഏരിയയാണ്. ഇവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ ഇവർ പറഞ്ഞത് ഇവിടെ ഒരുപാട് ഫോറിനേഴ്സ് വരാറുണ്ട് എന്നാണ് പറഞ്ഞത്. ആ ഭാഗത്താണ് ഈ പറഞ്ഞ സംഭവം ഉള്ളത്. ഒന്ന് പോയി നോക്കാം, കണ്ടിട്ട് എന്താണെന്നുള്ള അഭിപ്രായം പിന്നീട് പറയാം. ഇതാണ് മിറർ ഓഫ് ദ വേൾഡിൻ്റെ എൻട്രൻസ്. ഇക്കട്ടുനാസ് മിറർ ഓഫ് വേൾഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ആൻഡ് ബൊട്ടാണിക്കൽ ഗാർഡൻ എഴുതിയിട്ടുണ്ട്. ഇവിടെ കുറേ സംഭവത്തിന് മിനിയേച്ചർ ഇതിനുള്ളിലുണ്ടെന്നാണ് പറയുന്നത്. പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ മിറർ ഓഫ് ദ വേൾഡിൻ്റെ എൻട്രൻസ് ഏരിയയിലെത്തി. എൻട്രൻസ് ഏരിയയിൽ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഇപ്പോൾ വൈഫും കുട്ടികളും കസിൻ സിസ്റ്ററും ഒക്കെ പാടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. ഈ കാണുന്ന ആട്ടെ എൻട്രൻസും എക്സിറ്റും വരുന്നത്. ഞാൻ ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഒരാൾക്ക് 150 രൂപയാണ്. ഇത് കുട്ടികൾക്ക് 1 മീറ്ററിൻ്റെ താഴെയുള്ളവർക്ക് ടിക്കറ്റ് വേണ്ട. ഇതാണ് ടിക്കറ്റ്. ഈ കാണുന്ന ടിക്കറ്റ്.
നമുക്കൊന്ന് റൗണ്ട് അടിച്ച് കണ്ടോക്കാം. എൻട്രൻസ് കയറി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണുന്ന ഒരു സൈൻ ബോർഡാണ്. ഇവിടെ എന്തിൻ്റെയൊക്കെ മിനിയേച്ചേഴ്സാണ് ഉള്ളത് എന്നുള്ളത് ഇവിടെ ഈ സൈൻ ബോർഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ മിറർ ഓഫ് ദ വേൾഡിൻ്റെ മിനിയേച്ചർ ഐറ്റംസിൻ്റെ വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അങ്ങനെ ഞാൻ മിറർ ഓഫ് ദ വേൾഡിൻ്റെ ഉള്ളിലേക്ക് കയറിയതിന് ശേഷം ഇവിടെ ഒരുപാട് ഗാർഡൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഗാർഡൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ്. അപ്പോൾ അവിടെ അപ്പുറത്തൊരു ക്ലീനിങ് സ്റ്റാഫ് ക്ലീൻ ചെയ്യുന്നത് കാണാം. അങ്ങനെ ഞാൻ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴാണ് ഞാൻ റൈറ്റ് സൈഡിലൊരു സംഭവം കണ്ടത്. അവിടെ ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നും അവിടെ നോക്കാം. അപ്പോൾ അത് നിങ്ങളെയും കാണിച്ചു തരാം. ഇപ്പം ഞാൻ അങ്ങോട്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ കണ്ടത് ഒരു കുതിര സഫാരിയുടെ ഒരു സംഭവം അവിടെ കാണുന്നുണ്ട്. അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ കുറച്ചപ്പുറത്ത് തിരിഞ്ഞപ്പോൾ ഒരു ഗ്ലോബ് കാണാം വേൾഡിൻ്റെ. ഒരുപാട് ആൾക്കാർ അവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു വഞ്ചിയിൽ എൻ്റെ മകൻ അവിടെ കയറി ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ മിനിയേച്ചർ അവിടെ കാണാം, ഓരോ രാജ്യത്തിൻ്റെയും ഫ്ലാഗിൻ്റെ. അങ്ങനെ കുറച്ചുകൊണ്ട് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് പഴയ കാലത്തെ വണ്ടികളൊക്കെ കാണാം. അപ്പം എൻ്റെ മക്കൾ റയാനും റാഹിലും അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് മുന്നോട്ട് നടന്നു. ഇപ്പോൾ ഈ കാണുന്നതാണ്, ഇത് പാരീസിലെ ഈഫിൽ ടവറിൻ്റെ മിനിയേച്ചറാണ് ഈ കാണുന്നത്. ഇത് ഫ്രാൻസിലെ പാരീസിൽ സ്ഥിതി ചെയ്യുന്ന ഇരുമ്പ് ഗോപുരമാണ് ഈഫൽ ഗോപുരം. 1889 മുതൽ 1931 വരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത വസ്തു എന്ന ബഹുമതി ഈ കെട്ടിടത്തിനുണ്ടായിരുന്നു. ഈ നേരെ മുന്നിൽ കാണുന്ന സ്റ്റാച്ചു ആണ് അമേരിക്കയിലെ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ മിനിയേച്ചർ. അമേരിക്കയിലെ ന്യൂയോർക്ക് ഹാർബറിലെ ലിബർട്ടി ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന 93 മീറ്റർ ഉയരമുള്ള ഒരു പ്രതിമയാണ് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി. അതിൻ്റെ ഒരു മിനിയേച്ചറാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. കുറച്ച് ദൂരത്തായിട്ട് നിങ്ങൾക്ക് ഒരു മിനി ലണ്ടൻ ബ്രിഡ്ജ് കാണാം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ബോളിവുഡിൻ്റെത് കാണും ചെയ്യാം. പിന്നെ ഇവിടെയൊക്കെ അടിപൊളി ഗാർഡനായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ലണ്ടൻ ബ്രിഡ്ജും ബോളിവുഡിൻ്റെ ഒക്കെ ഞാൻ അടുത്ത് പോയിട്ട് ഈ വീഡിയോ തന്നെ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഇറ്റലിയിലെ പിസ ടവർ. അതിൻ്റെ മിനിയേച്ചറാണിത്. ഇതിന് വേറൊരു പേരും പാടുണ്ട് കേട്ടോ. ചെരിഞ്ഞ ഗോപുരം എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര്. ഇവിടെ കൂടുതലായി സ്റ്റെപ്പായിട്ട് ഒരുപാട് ഗാർഡനുണ്ട്. അപ്പോൾ അത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ കുറേ സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗോൾഡൻ കളറിൽ ഒരുപാട് പ്രതിമകളുണ്ട്. അങ്ങനെ ഞാൻ ഗാർഡനിലൂടെ നടന്ന് മുകളിലെത്തി. ഇവിടെ ഒരുപാട് പ്രതിമകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. എന്തോ ക്രിസ്ത്യൻ പള്ളിയിലും ആയിരിക്കുള്ള എന്തോ സെറ്റപ്പാണിത്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.
ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ ലണ്ടൻ ബ്രിഡ്ജും അതേമാതിരിക്ക് പാരീസിൻ്റെ ടവറും അതേമാതിരിക്ക് പിസ ടവറൊക്കെ ഇവിടുന്ന് മുകളിൽ നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് ഇവിടുന്ന് നോക്കുമ്പോൾ കാണാൻ. അങ്ങനെ ഞാൻ ഗാർഡനിലൂടെ താഴോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഞാൻ മുകളിൽ നിന്ന് താഴെ എത്തി. അപ്പോൾ ഇവിടെ ഒരു ഫിഷിൻ്റെ പോണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് കുട്ടികളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് കാണുന്നത് ഇവിടെ ഒരുപാട് ജപ്പാനീസ് കോയി കാർപ്പ് ഉണ്ട് കേട്ടോ. അതിമനോഹരമായിരിക്കുന്നത് ഒരുപാടുണ്ട് കേട്ടോ വെള്ളത്തിൽ. അപ്പോൾ ഞാനും ഇവിടെ കുറച്ച് നേരം നോക്കി നിന്നു. കുട്ടികളെ അവിടെ കണ്ട്. ഇപ്പോൾ എൻ്റെ കുട്ടികളായ റയാനും റാഹിലും കോയി ഫിഷിനെ തൊടാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അവിടെ. നിങ്ങൾ കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ ഫിഷ് പൗണ്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നു. അപ്പോൾ കളർഫുള്ളായ ഒരു ബിൽഡിംഗ് അവിടെ കാണാം. അങ്ങനെ കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഐ ലവ് മിറർ ഓഫ് ദ വേൾഡ് എന്ന്. അതിൻ്റെ അടുത്തായിട്ട് ഒരു സ്റ്റാച്ചു ഉണ്ട്. അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല. അവിടെ എത്തിയതിന് ശേഷം നോക്കണം എന്താണെന്നുള്ളത്. ഈ കാണുന്ന സ്റ്റാച്ചു ഗംഗീഷ് ഖാൻ എന്ന് പറഞ്ഞ മംഗോളിയക്കാരൻ്റെയാണ്. മംഗോളിയക്കാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയ വ്യക്തിയാണ് ഈ ഗംഗീഷ് ഖാൻ. അങ്ങനെ ബഹുള്ള ബോളിവുഡിലെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു പാർക്കാണ്, മിനിയേച്ചർ പാർക്കാണ്. അതിൻ്റെ ബോളിവുഡിൻ്റെ എഴുതിയ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഒരുപാട് മിനിയേച്ചേഴ്സ് ഉണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങളെല്ലാവരും സ്റ്റെപ്പ് കയറിയിട്ട് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മുകളിലോട്ട് പോവാണ്. അപ്പോൾ അങ്ങോട്ട് നടക്കുവാണ്. റിഹാൻ അതാ മുന്നിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ റാഹിലും അതാ പോകുന്നു. ഇപ്പോൾ ഇവിടുന്ന് മുകളിൽ നിന്ന് കാണുന്ന മിനിയേച്ചറാട്ടോ ഈ മിറർ ഓഫ് ദ വേൾഡിൻ്റെ. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് ലണ്ടൻ ബ്രിഡ്ജ്, അതിൻ്റെ മിനിയേച്ചർ ഓപ്ഷന്. അപ്പോൾ എല്ലാവരും അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ എല്ലാവരും നല്ല ഭംഗിയായിട്ട് ഫോട്ടോ കിട്ടും ഇവിടുന്ന്. ഞാനും എൻ്റെ കുട്ടികളൊക്കെ ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഇനി മുകളിലോട്ട് പോകണം. അപ്പോൾ അവിടെ ഒരു സ്റ്റാച്ചു ഉണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ അങ്ങോട്ട് മുകളിലോട്ട് പോവുകയാണ് സ്റ്റെപ്പ് കയറിയിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഇവിടുന്ന് നല്ല ഭംഗിയായിട്ട് ദ മിറർ ഓഫ് ദ വേൾഡിൻ്റെ വ്യൂസ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തു. ആ കാണുന്നതാണ് ലണ്ടൻ ബ്രിഡ്ജ്. ഇവിടെ കുട്ടികളെല്ലാവരും അവിടെ ഉണ്ട്. ഈ കാണുന്ന സ്റ്റാച്ചു ആണ് ക്രൈസ്റ്റ് ദി റീഡീമർ എന്ന പ്രതിമയാണ് ഇത് ട്ടാ. അതിൻ്റെ മിനിയേച്ചർ വെർഷനാണ് ഇത് ബ്രസീലിലെ സാവപ്പോളയിൽ എവിടെയാണുള്ളത്. അങ്ങനെ ഞങ്ങൾ മിറർ ഓഫ് ദ വേൾഡിൽ നിന്നും പോവുകയാണ് കേട്ടോ. രാത്രി ആയാൽ മിറർ ഓഫ് ദ വേൾഡിൽ ലൈറ്റുകൾ കൊണ്ട് അതിമനോഹരമായിരിക്കും. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുകൂടാതെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ.